കുഞ്ഞിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് ബ്ലാക്ക് ക്ലൗഡിന്റെ ചാപ്റ്റർ 292 ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പേജ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. എങ്കിലേ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമി കണ്ടന്റ്സ് നിങ്ങൾക്ക് മിസ്സാകാതെ കിട്ടത്തുള്ളൂ. അതേപോലെ ബ്ലാക്ക് ക്ലൗഡിന്റെ ഇതിനു മുമ്പിട്ട എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടെന്ന് ഉറപ്പെടുത്തിയിട്ട് വേണം ഈ വീഡിയോ കാണാൻ. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ഒരു 6 മാസത്തെ മുമ്പുള്ള കാര്യം കാണിച്ചുകൊണ്ടാണ്. നമ്മുടെ മാഗ്നയായിട്ട് സോറയുടെ ഫ്രണ്ടിൽ തല കുനിച്ച് നിൽക്കുവാണ്. ഞാൻ കെഞ്ചി ചോദിക്കുവാണ്, നീ ഫൈറ്റ് ചെയ്യുന്ന പോലെ എന്നെ കൂടി പഠിപ്പിച്ചു തരുമോ എന്ന് നമ്മുടെ സോറോടൊക്കെ നമ്മുടെ മാഗ്ന ചോദിക്കുവാണ്. ഞാൻ ഹെഡ് രാജ്യത്ത് പോയപ്പോൾ അവർ എന്നോട് പറഞ്ഞ് എന്റെ മാന വളരെയധികം കുറവാണ്, അതുകൊണ്ട് എനിക്ക് മാന മെത്തേഡ് പഠിക്കാൻ പറ്റത്തില്ല എന്ന്. പക്ഷെ നീ എന്നെ പോലെ ആയിട്ട് നീ ഇത് ചെയ്തു. പിന്നെ ആ ലക്കും വളരെയധികം സ്ട്രോങ്ങർ ആയിട്ട് മാറി. ആരൊക്കെ ഫ്രണ്ടിലേക്കിട്ട് പോലും ഞാൻ സഹിക്കും, പക്ഷെ അവൻ പോയാൽ എനിക്ക് പറ്റത്തില്ല. അതും പോരാഞ്ഞിട്ട് ഞാൻ ഇത്ര വീക്ക് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ബ്ലാക്ക് ബോൾസിന് ഭയങ്കര ഒരു ഇതായിട്ട് മാറും, ഷെയിമായിട്ട് മാറും. എനിക്കിത് പറ്റത്തില്ല. മതി ഞാൻ നിന്നെ പഠിപ്പിച്ച് തരാം നമ്മുടെ സോറ നമ്മുടെ മാഗ്നയുടെ അടുക്കലും പറയുന്നുണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ പറയാനും ഒരു കാര്യമുണ്ട്. കാരണം മറ്റൊന്നുമില്ല, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മറ്റെന്തെങ്കിലും ഡിസ്കവർ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നിട്ട് സോറ മാഗ്നയെ വിളിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. മാഗ്ന കയറി ചില നേരത്ത് കാണും തന്നെ ഒരു റൂമിനകത്ത് കുറെ അധികം നോട്ട്സും കുറെ അധികം സിമ്പിൾസ് ഒക്കെയാണ്. നന്നായിട്ട് കണ്ടോ, ഇതാണ് എന്റെ സീക്രട്ട് ബേസ്. ഇവിടെ വെച്ചാണ് വർഷങ്ങളായിട്ട് ഞാൻ തന്നെ എന്റെ അൾട്ടിമേറ്റ് സെൽഫിനെ തിരയുന്നത്. നീ മാന മെത്തേഡ് എന്ന് പറഞ്ഞില്ലേ, അതെ അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഹെഡ് കിങ്ഡത്തെ പോലെയല്ല. അവിടെ അവർ മാനേഴ്സ് ഒക്കെ കൂട്ടി വെച്ച് ഒരു സ്പോട്ടിൽ വെച്ചുകൊണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന എല്ലാം തന്നെ നേരത്തെ ഒന്ന് റെഡിയാക്കി വെച്ചേക്കും. എന്നിട്ട് അതൊരു കൗണ്ടർ ട്രാപ്പ് സ്പെല്ലായിട്ട് ഞാൻ യൂസ് ചെയ്യും. നിന്നെ പോലുള്ളവർക്ക് ഇത് ചെയ്യാൻ വളരെയധികം അഡ്വാൻറ്റേജ് കൂടുതലാണ്. കാരണം നമ്മുടെ മാജിക്ക് വളരെ ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാം നമ്മുടെ അടുത്ത് തന്നെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവും. നമുക്ക് കുറെ അധികം കോംപ്ലിക്കേറ്റഡ് ആയുള്ള അറേസ് ഒക്കെ സമയമെടുത്ത് തന്നെ ചെയ്ത് നമ്മുടെ അടുത്ത് തന്നെ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റും. അത് നിറവേറ്റാൻ വേണ്ടി നമ്മൾ രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഒന്ന് നമ്മളെയും കുറിച്ചും പിന്നെ നമ്മുടെ മാനേനെ കുറിച്ചും നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്ത് നന്നായിട്ട് തന്നെ പഠിക്കണം. അതിനെന്തായാലും നന്നായിട്ട് തന്നെ സമയം എടുക്കും. പക്ഷെ നിന്നെ പോലത്തെ ഒരു പൊട്ടനും ഇത്ര ഇംപേഷ്യൻ്റ് ആയിട്ടുള്ള ഒരുത്തൻ ഇങ്ങനെ ചെയ്യുന്ന ഓർക്കാൻ നേരത്ത് എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഓരോ സ്പെൽസും ചെയ്യുന്നത് അപ്പൊ കിട്ടുന്ന ഒരു ഇത് വെച്ചാണ്, അല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാനോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, എൻ്റെ മാനിനെ കുറിച്ച് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഇപ്പം എനിക്ക് വളരെയധികം ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. അവൻ്റെ ഇതും എൻ്റെ ഇതും നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അവനെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ ഒരു മാജിക് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നല്ല ഹയർ ഡെവിൾസിനെ തോപ്പിക്കാനുള്ള ഒരു പവേഴ്സ് റെഡിയാക്കി എടുക്കണം. എൻ്റെ മാജിക് യൂസ് ചെയ്ത് എനിക്ക് എങ്ങനെയെങ്കിലും ഇവർ ഡിഫീറ്റ് ചെയ്യണം. എൻ്റെ ഗട്ട്സ് കൂടി ഒരു ഡിഫീറ്റ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാന്ന് പറയാൻ നേരത്ത് പുള്ളിക്കാരന് ഒരു ഐഡിയ കിട്ടും. എടാ സോറ, എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്, നീ ഒന്ന് കേട്ട് നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് സോറ എടുക്കാൻ മാന പുള്ളിക്കാരൻ്റെ ഐഡിയ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. നിന്റെ ഐഡിയ എന്തായാലും കൊള്ളാം, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ ഇത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു കിഡിലിന് സാധനമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് നാളെ തന്നെ റെഡി ആകുമെന്ന് ഒരു ഉറപ്പുമില്ല. ഇത് നന്നായിട്ട് തന്നെ സമയവും നന്നായിട്ട് തന്നെ പേഷ്യൻസും എടുക്കും. അതുകൊണ്ട് നീ കുറച്ച് കഷ്ടപ്പെടും കേട്ടോ. ഏകദേശം 6 മാസം എടുത്തുകൊണ്ടാണ് മാന ഈ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുകയും ചെയ്യും, ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല, നിനക്ക് ഇത് സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലായല്ലോ. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാണെങ്കിൽ നിന്റെ എന്നെയും കൂടെ പവറും കൂടെ കൂട്ടിയിട്ട് അത് 2 പേർക്ക് ഈക്വൽ ആയിട്ട് കൊടുത്തെന്നല്ലാതെ വേറെ ഒന്നും ഞാൻ അവിടെ ചെയ്തിട്ടില്ല. ഇതിന് ഞാനിട്ടിരിക്കുന്ന പേരാണ് സീക്രട്ട് ഫ്ലെയിം മാജിക് സോൾ ചെയിൻ ഡെത്ത് മാത്ത്. നമുക്കൊന്ന് നോക്കാം. പിന്നെ നിന്റെ നെഞ്ചത്തുള്ള എന്നാന്നറിയോ, നിന്റെ സോളാണ്. അത് വലിച്ചു പൊട്ടിക്കാനങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് തന്നെ ഹൊട്ടായി പോകും. അതുകൊണ്ട് അത് ചെയ്യാതെ നമുക്ക് ഫൈറ്റ് ചെയ്യാനായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ജാക്ക് ഇത് കണ്ട് ഞെട്ടുന്നുണ്ട്. ഇവനെ പോലെ ഒരുത്തൻ ഇങ്ങനൊരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നോ, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ സത്യം അതാണെന്ന് സോറയും പറയും. അവന്റെ സ്പെല്ല് കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ അത് ആ സ്പെല്ലിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നോക്കി കാണാമെന്ന് നമ്മുടെ സോറ പറയും. ഡാൻറ്റയുടെ നെഞ്ചത്ത് നോക്കി നമ്മുടെ മാഗ്ന ഒരു ഇടി കൊടുക്കുന്നുണ്ട്. ആ സ്പോട്ടിൽ തന്നെ മാഗ്ന തിരിച്ച് പുള്ളിക്കാരൻ അറ്റാക്ക് ചെയ്യും. ഇപ്പൊ നീ എന്നെ ചീറ്റ് ചെയ്യുവാണ്. നേരത്തെ നീയല്ല പറഞ്ഞത് ഇഷ്ടമുള്ള അത്രയും എനിക്ക് ഇതിനെ ഇടിക്കാന്ന്. പക്ഷെ ഇപ്പൊ നീ എന്തുവാടാ കാണിക്കണമെന്ന് നമ്മുടെ ഡാൻഡ് ഇടയ്ക്ക് ചോദിക്കാനത്ത് പുള്ളിക്കാരൻ പറയും ചെയ്യും, വാമൂടിക്കൊക്കെ ഉള്ള. എന്നിട്ട് ഡാൻഡ് പുള്ളിക്കാരന്റെ ഗ്രാവിറ്റി മാജിക് യൂസ് ചെയ്ത് നമ്മുടെ മാഗ്നനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവരുടെ രണ്ടുപേരുടെ മാജിക് സെയിം ആയതുകൊണ്ട് തന്നെ മാഗ്ന വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അത് എൻകൗണ്ടർ ചെയ്യും. പക്ഷെ ഡാൻഡയ്ക്ക് അത് ഒന്നും തന്നെ ഏൽപ്പിച്ചില്ല. പുള്ളിക്കാരൻ പറയും ചെയ്യും, നീ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല. കാരണം എനിക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും നാള് നിനക്ക് എന്നെ ഡിഫീറ്റ് ചെയ്യാനേ പറ്റത്തില്ല. എന്നിട്ട് മാഗ്നനെ നിർത്താതെ ഇടിച്ചോണ്ടിരിക്കുകയാണ്. സോറ അപ്പം മനസ്സിൽ തന്നെ പറയും, നീ ചെയ്യുന്നത് വെറും മണ്ടത്തരാണ്. കാരണം അവന്റെ എനിമി ഒരു ഒപ്പോണന്റ് ബോസ് ആയാലും കുഴപ്പമില്ല, ഒരു ഡെവിൽ ഹോസ്റ്റ് ആയാലും കുഴപ്പമില്ല, ഇനി ഇമ്മോർട്ടൽ ആണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ജയിക്കാൻ പോകുന്നത് ഒരേ ഒരാൾ മാത്രമാണ്, അത് നമ്മുടെ മാഗ്നയാണെന്ന് പറഞ്ഞുകൊണ്ട് മാഗ്ന ഡാൻഡാനെ ഇടിച്ച് നേരെ താഴത്തേക്ക് ഇടുവാണ്. സോ അങ്ങനെയാണ് ചാപ്റ്റർ 292 ഇവിടെ അവസാനിക്കുന്നത്. അടുത്ത ചാപ്റ്ററിന്റെ എക്സ്പ്ലോറേഷൻ വീഡിയോ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട.